ശ്രീരാമന്റെ അനുജനായ ഭരതന്റെ പ്രതിഷ്ഠയുള്ള ഇന്ത്യയിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് കൂടൽമാണിക്യം ക്ഷേത്രം. ഭരതൻ എന്നാണ് സങ്കല്പമെങ്കിലും പ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റേതാണ്. ക്ഷേത്രത്തിനുള്ളിൽ ഉപദേവതാ പ്രതിഷ്ഠകളില്ല എന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ക്ഷേത്രത്തിനുള്ളിൽ മറ്റു മഹാക്ഷേത്രങ്ങളെപ്പോലെ കൂത്തമ്പലമുണ്ട്. മധ്യ കേരളത്തിലെ പ്രസിദ്ധമായ 4 അമ്പലങ്ങളിൽ രണ്ടാമത്തേതാണ് ഈ ക്ഷേത്രം. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം, പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവയാണ്. രാമായണ മാസമായ കർക്കിടകത്തിൽ ഈ 4 ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വരുന്നത് ഏറെ പുണ്യകരമായിട്ടാണ് കരുതപ്പെടുന്നത്. സാധാരണ മറ്റ് ക്ഷേത്രങ്ങളിലുള്ള പോലെ 5 പൂജയും 3 ശ്രീബലിയും ഇവിടെ ഇല്ല. ഉഷപൂജ, ഉച്ചപൂജ, അത്താഴപൂജ എന്നീ പൂജകൾ മാത്രമാണ് നടത്തുന്നത്. എതിരേറ്റു പൂജയും പന്തീരടിയുമില്ല. പുറത്തേക്ക് എഴുന്നള്ളിക്കുക ഉത്സവകാലങ്ങളിൽ മാത്രമേ പതിവുള്ളൂ. ഉത്സവ ബലിയുമില്ല. ശ്രീഭൂത ബലി മാത്രമേ ഉള്ളൂ. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇവിടെ പൂജയ്ക്കായി ചന്ദനത്തിരി, കർപ്പൂരം മുതലായവ ഉപയോഗിക്കുന്നില്ല. കൂടൽമാണിക്യ സ്വാമി ഭക്തജനങ്ങളുടെ രോഗമോചകനായി ആരാധിക്കപ്പെടുന്നു. ഉദരരോഗ നിവാരണത്തിനായി വഴുതനങ്ങ നിവേദ്യം കഴിക്കുന്നത് ഇവിടത്തെ പ്രത്യേകതയാണ്. ശ്വാസസംബന്ധമായ രോഗത്തിൻ്റെ നിവാരണത്തിനായി ക്ഷേത്രതീർത്ഥത്തിൽ മീനൂട്ട് എന്ന വഴിപാട് നടത്തുന്നതും ശ്രേഷ്ഠമായി കരുതുന്നു. ക്ഷേത്രത്തിൽ നടത്തുന്ന പുത്തരി നിവേദ്യത്തിൻ്റെ അനുബന്ധമായി നടത്തുന്ന മുക്കൊടി നിവേദ്യം സേവിച്ചാൽ 1 വർഷത്തേക്ക് രോഗമുക്തരാകും എന്നാണ് വിശ്വാസം. വഴിപാടുകളിൽ ഏറ്റവും പ്രധാനമായ താമരമാല ചാർത്തൽ വർഷകാലത്ത് അടിയന്തരങ്ങൾക്ക് മഴ പെയ്യാതിരിക്കാൻ നടത്താറുണ്ട്. മഹാവിഷ്ണുവിൻ്റെ അംശാവതാരവും ശ്രീരാമന്റെ സഹോദരനുമായ ഭരതനാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. പ്രതിഷ്ഠയ്ക്ക് ഏകദേശം 1 പൊക്കമുണ്ട്. ചതുർബാഹുവാണ്. ഈ പ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റേതാണ്. ശംഖും സുദർശന ചക്രവും കോദണ്ഡവും അഭയമുദ്രയും ധരിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിൽ ഉപദേവതകളില്ല. എന്നാൽ തിടപ്പള്ളിയിൽ ഹനുമാനും വാതിൽ മാടത്തിൽ തെക്കും വടക്കും ദുർഗയും ഭദ്രകാളിയും ഉണ്ടെന്നാണ് സങ്കല്പം. കൂടാതെ ക്ഷേത്രത്തിനു മുന്നിലെ ആൽത്തറയിൽ ഗണപതിക്കും പ്രതിഷ്ഠയുണ്ട്. കർക്കിടക മാസത്തിൽ രാമായണ പാരായണത്തോടുകൂടി ഈ മാസം ആചരിക്കുന്നു. കർക്കിടക മാസം അത്തം നാളിൽ ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിക്കാറുണ്ട്. ക്ഷേത്രത്തിൽ നിന്നും കതിരുകൾ വീടുകളിൽ കൊണ്ടുവന്ന് പത്തായത്തിൽ സൂക്ഷിക്കുന്ന ആചാരവും ഉണ്ട്.